ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥനയുടെ വിഷയമെങ്കിൽ, അതായത് യേശുവിനെ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവസന്നിധിയിലെത്തും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഇന്നും കോപിച്ചിട്ടാണ് വന്നത്, കർത്താവ് ഇന്നും എനിക്ക് കരുണ കാണിക്കാൻ പറ്റിയില്ല, കർത്താവ് ഇന്നും എനിക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റിയില്ല, കർത്താവ് ഇന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി ദ്രവ്യാഗ്രഹവും മോഹവും കോപവും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് ഒത്തിരി ഇറിറ്റേഷനുണ്ട്, എൻ്റെ ഉള്ളിൽ ഒത്തിരി കോപമുണ്ട്, ദൈവമേ അത് വർഷങ്ങളായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി തിന്മകളൊന്നും മാറിയിട്ടില്ല, കർത്താവ് ഞാൻ ഈശോയെ പോലെ അല്ല. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക, ഞാൻ സത്യം പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് വരില്ല, അത് ദൈവം നടത്തി തന്നിരിക്കും. ഇത് ഉറപ്പാണ്, എന്നെ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം തന്നോളാന്ന്. കർത്താവേ എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആവണം, പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാവണം. നിങ്ങൾ നനച്ചോക്ക്, എത്ര വർഷമായി മാമോദിസ സ്വീകരിച്ചിട്ട് എന്താ നമ്മുടെ സ്വഭാവത്തിൽ വന്ന വളർച്ച? എങ്ങനെയാ നമ്മൾ കുറെ കൂടെ നല്ല മനുഷ്യരായത്? ആയോ? ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം, വെറുപ്പും, കലഹവും, ഭിന്നതയും, കലഹവും, ദുഷ്ടതയും, സ്വാർത്ഥതയും. എവിടെയാ നമ്മൾ നന്നായത്? മോഹങ്ങളും. എവിടെയാ നമുക്ക് മാറ്റം വന്നത്? എവിടെയാ നമ്മൾ വിശുദ്ധരായത്? എവിടെയാ നമുക്ക് ഒരു ഉയർച്ച വന്നത്? എവിടെയാ നമുക്കൊരു ക്വാളിറ്റി വന്നത്? നമ്മൾ വളർന്നോ? സത്യം പറ, നമ്മൾ വളർന്നോ? കെട്ടിടങ്ങൾ വളർന്നു, വണ്ടിയുടെ വലിപ്പം കൂടി, പോക്കറ്റിന്റെ കനം കൂടി, ബാങ്ക് ബാലൻസ് കനത്ത് തുടങ്ങി, ശമ്പളത്തിന്റെ അക്കം കൂടി, മക്കളൊക്കെ നല്ല നിലയിലായി. മതിയോ? കുറച്ചുകൂടെ കരുണ വേണ്ടേ? കുറച്ചുകൂടെ സഹാനുഭൂതി വേണ്ടേ? കുറെ കൂടി മനുഷ്യരോട് സ്നേഹം വേണ്ടേ? കുറെ കൂടി എളിമ വേണ്ടേ? കുറെ കൂടി ഹൃദയം തുറക്കപ്പെടണ്ടേ? കുറെ കൂടെ മനുഷ്യരെ രക്ഷപ്പെടണം, ആത്മാക്കളുടെ രക്ഷപ്പെടണം ദാഹം വേണ്ടേ? വാങ്ങുക, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുക എന്നതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിട്ട് മാറണ്ടേ? ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ദൈവത്തെ വിളിച്ചു, പക്ഷെ ദുഷ്ടത കുറഞ്ഞിട്ടില്ല, ദുഷ്ടതയ്ക്ക് ഒരു അറുതി വന്നിട്ടില്ല, ഈ അതിന് മാന്തുന്ന സ്വഭാവം മാറിയിട്ടില്ല, മനുഷ്യനിട്ട് പാര വെക്കുന്ന പരിപാടി മാറിയിട്ടില്ല, ഈ കുന്നായ്മയും കള്ളത്തരവും കൊള്ളരുതായ്മയും എല്ലാം അതൊന്നും മാറിയിട്ടില്ല, ഈ ചീഞ്ഞ സ്വഭാവം മാറിയിട്ടില്ല, മനസ്സിനകത്ത് കിടക്കുന്ന ഈ അശുദ്ധി അത് മാറിയിട്ടില്ല. പ്രാർത്ഥനക്കാർ വളർന്നു, കെട്ടിടങ്ങൾ വളർന്നു. അപ്പൊ എന്താ ദൈവജനത്തിന്റെ ഹൃദയത്തിലുണ്ടാവേണ്ട നിലവിളി എന്താ? ദൈവം എനിക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു മനുഷ്യനാവണം. 5 കൊല്ലം മുമ്പ് എന്നെ അറിയാവുന്ന ഒരാള് 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ പറയണം, പഴയ പോലല്ല, ആൾ ഒത്തിരി മാറിയിട്ടുണ്ട്. പഴയ പോലല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നശിച്ചു എന്നല്ല, മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ യേശുവിനെ പോലെ ആയിട്ടുണ്ട്.